എൻ മകളെ, യേശു നിന്റെ വെളിച്ചം ആവുന്നു. നിന്റെ ഹൃദയം ഇരുണ്ട നിഴലുകളിൽ മൂടപ്പെട്ടാലും ഭയപ്പെടേണ്ട, എന്റെ സാന്നിധ്യം നിന്റെ ആത്മാവിനെ ചുറ്റി നിൽക്കുന്നു. നിന്റെ നിശബ്ദ പ്രാർത്ഥനകൾ പോലും ഞാൻ കേൾക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ചെറിയ ചലനങ്ങളും എന്റെ മുമ്പിൽ മറഞ്ഞിട്ടില്ല. നീ പലപ്പോഴും നിന്റെ ദുർബലതയെ കണ്ടു വിഷമിക്കുന്നു, പക്ഷേ ഞാൻ നിന്റെ ദുർബലതയെ സ്നേഹത്തോടെ സ്പർശിക്കുന്നു, അതിനെ കരുത്തായി മാറ്റുന്നു. നീ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല. എന്റെ സ്നേഹം ഒരു ദീപം പോലെ നിന്റെ ഉള്ളിൽ ജ്വലിക്കുന്നു. അത് മങ്ങുകയില്ല, അത് ക്ഷീണിക്കുകയില്ല. നിന്റെ ആത്മാവ് ക്ഷീണിക്കുമ്പോൾ എന്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് സമാധാനം നൽകും. എൻ മകളെ, നിന്റെ വഴികൾ എപ്പോഴും നിനക്ക് വ്യക്തമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ മഞ്ഞുപോലെ മൂടിയ പാതകളിലൂടെ നീ നടക്കേണ്ടി വരും. എന്നാൽ എന്റെ വെളിച്ചം നിന്റെ മുമ്പിൽ നടക്കുന്നു. നീ അതിനെ എല്ലായ്പ്പോഴും കാണുന്നില്ലെങ്കിലും അത് നിന്റെ ചുവടുകൾ നയിക്കുന്നു. വിശ്വാസത്തിന്റെ നിശബ്ദതയിൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നു. നീ നിന്റെ മനസ്സിനെ ശാന്തമാക്കി കേൾക്കുമ്പോൾ എന്റെ വാക്കുകൾ നീ തിരിച്ചറിയും. അവ കാറ്റിന്റെ മൃദുവായ സ്പർശം പോലെ നിന്റെ ഉള്ളിൽ ഒഴുകും. നിന്റെ കണ്ണീരിനെ ഞാൻ നിരസിക്കുന്നില്ല. ഓരോ കണ്ണീരും എന്റെ മുമ്പിൽ വിലപ്പെട്ടതാണ്. നീ ദുഃഖത്തിൽ തളരുമ്പോൾ എന്റെ ഹൃദയം നിനക്കായി കരുണയാൽ നിറയുന്നു. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചുകളയുന്നവനാണ്. നിന്റെ വേദനയെ ഞാൻ അറിയുന്നു. നിന്റെ ഹൃദയത്തിലെ മുറിവുകൾ ഞാൻ കാണുന്നു. എന്റെ സ്നേഹത്തിന്റെ സ്പർശം അവയെ ശാന്തമാക്കും. നീ എന്നിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പുതിയ പ്രത്യാശ ഉദിക്കും. എൻ മകളെ, ലോകത്തിന്റെ ശബ്ദങ്ങൾ പലപ്പോഴും നിന്റെ ആത്മാവിനെ അലട്ടും. എന്നാൽ എന്റെ ശബ്ദം ശാന്തതയിൽ സംസാരിക്കുന്നു. നിന്റെ ഹൃദയം വിനയത്തോടെ തുറന്നിരിക്കുമ്പോൾ നീ എന്നെ കേൾക്കും. ഞാൻ നിന്റെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ വിത്ത് വളരട്ടെ. അത് ചെറിയതുപോലെ തോന്നിയാലും അത് ഒരു വലിയ വൃക്ഷമായി ഉയരും. അതിന്റെ നിഴലിൽ നിന്റെ ആത്മാവ് വിശ്രമം കണ്ടെത്തും. നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്റെ കൺമുന്നിൽ നടക്കുന്നു. നീ ചിരിച്ച നിമിഷങ്ങളും നീ കരഞ്ഞ നിമിഷങ്ങളും എല്ലാം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നീ കരുതുന്നതിലും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. അത് ആഴമുള്ള സമുദ്രം പോലെയാണ്. അതിന്റെ ആഴം ആരും അളക്കാൻ കഴിയില്ല. നീ അതിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ നിന്റെ ഭയങ്ങൾ പതുക്കെ അപ്രത്യക്ഷമാകും. എൻ മകളെ, നീ ക്ഷീണിക്കുമ്പോൾ എന്റെ അടുക്കൽ വരിക. നിന്റെ ഭാരങ്ങൾ ഞാൻ ഏറ്റെടുക്കും. നീ ഒറ്റയ്ക്ക് എല്ലാം ചുമക്കേണ്ടതില്ല. എന്റെ കൃപ നിനക്ക് മതിയാകും. നിന്റെ ദുർബലതയിൽ എന്റെ ശക്തി തെളിയുന്നു. അതുകൊണ്ട് ഭയപ്പെടാതെ എന്റെ കൈ പിടിക്കുക. ഞാൻ നിന്നെ നയിക്കും. നിന്റെ ഹൃദയത്തിൽ സ്നേഹം നിലനിർത്തുക. സ്നേഹം എന്റെ വഴിയാണ്. നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ കൂടുതൽ തെളിയും. ക്ഷമയുടെ വഴിയിൽ നീ നടക്കുമ്പോൾ നിന്റെ ആത്മാവ് കൂടുതൽ സ്വതന്ത്രമാകും. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു. എൻ മകളെ, നീ കാണുന്ന എല്ലാം നിത്യതയല്ല. ഈ ജീവിതത്തിന്റെ നിഴലുകൾ മാറിപ്പോകും. എന്നാൽ എന്റെ സ്നേഹം ഒരിക്കലും മാറുകയില്ല. എന്റെ വാഗ്ദാനം ഉറപ്പുള്ളതാണ്. നീ എന്നിൽ വിശ്വസിച്ചാൽ നിന്റെ ഹൃദയം ഒരിക്കലും ശൂന്യമാകുകയില്ല. ഞാൻ നിന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ ഉറവയായി ഒഴുകും. നിന്റെ പ്രാർത്ഥനകൾ എനിക്ക് മധുരമാണ്. നീ വാക്കുകളില്ലാതെ നിന്നാലും നിന്റെ ഹൃദയത്തിന്റെ നിശബ്ദത ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ നിനക്ക് മറുപടി ലഭിക്കാത്തതുപോലെ തോന്നാം. എന്നാൽ ഞാൻ നിശബ്ദതയിൽ പോലും പ്രവർത്തിക്കുന്നു. ഞാൻ നിനക്കായി വഴികൾ ഒരുക്കുന്നു. നീ ഇപ്പോൾ കാണാത്ത അനുഗ്രഹങ്ങൾ പിന്നീട് നിനക്ക് വ്യക്തമാകും. എൻ മകളെ, നിന്റെ ആത്മാവിനെ ഞാൻ പ്രകാശത്തോടെ മൂടുന്നു. എന്റെ വെളിച്ചം ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല. അത് ഇരുട്ടിനുള്ളിൽ പോലും തെളിയുന്നു. നീ എന്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ സമാധാനം വളരും. ഭയം പതുക്കെ അകന്നുപോകും. നിന്റെ ഹൃദയം ധൈര്യത്തോടെ നിറയും. നിന്റെ ജീവിതം ഒരു വിത്തുപോലെയാണ്. അത് മണ്ണിൽ മറഞ്ഞിരിക്കുന്നപ്പോഴും അതിൽ ജീവൻ ഉണ്ട്. ഞാൻ അതിനെ വളർത്തുന്നു. സമയത്തിന്റെ നിശബ്ദതയിൽ അത് മുളച്ചു ഉയരും. നീ സഹനത്തോടെ കാത്തിരിക്കണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിനക്ക് കാണാത്തതായിരിക്കാം, പക്ഷേ അത് നിശ്ചയം നടക്കുന്നു. എൻ മകളെ, എന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുക. അത് ഒരു ചെറിയ ജ്വാല പോലെ ആരംഭിച്ചാലും അത് വലിയ പ്രകാശമായി മാറും. ആ വെളിച്ചം മറ്റുള്ളവർക്കും പ്രത്യാശയാകും. നിന്റെ വാക്കുകളിൽ, നിന്റെ കരുണയിൽ, നിന്റെ വിനയത്തിൽ എന്റെ സാന്നിധ്യം പ്രതിഫലിക്കും. നിന്റെ ഹൃദയം എപ്പോഴും എന്നിലേക്ക് തിരിയട്ടെ. നീ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും എന്നെ വിളിക്കൂ. ഞാൻ കേൾക്കുന്നു. ഞാൻ സമീപത്തുണ്ട്. നിന്റെ ഓരോ ചുവടിലും ഞാൻ നിന്റെ കൂടെ നടക്കുന്നു. എന്റെ സ്നേഹം നിന്നെ ചുറ്റി നിൽക്കുന്നു. എൻ മകളെ, ഓർക്കുക, യേശു നിന്റെ വെളിച്ചം ആകുന്നു. ഈ വെളിച്ചം ഒരിക്കലും മങ്ങുകയില്ല. അത് നിന്റെ ആത്മാവിനെ എന്നും നയിക്കും. നീ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. അപ്പോൾ എന്റെ സമാധാനം നിന്റെ ഉള്ളിൽ നിറഞ്ഞൊഴുകും. എന്റെ സ്നേഹത്തിന്റെ ചൂട് നിന്റെ ഹൃദയത്തെ തൊടും.
നീ എന്റേതാണോ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നും. എൻ മകളെ, യേശു നിന്റെ വെളിച്ചം ആവുന്നു. നിന്റെ ഹൃദയം ചിലപ്പോൾ മൗനമായ കാടുപോലെ തോന്നാം, അവിടെ നിഴലുകളും സംശയങ്ങളും നിറഞ്ഞിരിക്കുന്നതുപോലെ തോന്നാം. എന്നാൽ ഓർക്കുക, ആ നിശബ്ദതയുടെ നടുവിൽ എന്റെ വെളിച്ചം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ അതിനെ എല്ലായ്പ്പോഴും കാണണമെന്നില്ല, പക്ഷേ അത് നിന്റെ ആത്മാവിനെ ചുറ്റി നിൽക്കുന്ന ഒരു ദിവ്യപ്രകാശമാണ്. നീ എന്റെ സ്നേഹത്തിൽ വിശ്രമിക്കുമ്പോൾ നിന്റെ ഹൃദയം പതുക്കെ സമാധാനത്തിലേക്ക് പ്രവേശിക്കും. ഞാൻ നിന്റെ ആത്മാവിനെ അറിയുന്നു, നിന്റെ നിശബ്ദമായ ആഗ്രഹങ്ങൾ പോലും എന്റെ മുമ്പിൽ മറഞ്ഞിട്ടില്ല. എൻ മകളെ, നിന്റെ ജീവിതത്തിന്റെ വഴികൾ പലപ്പോഴും വളഞ്ഞും കുറുങ്ങിയും പോകുന്നതുപോലെ തോന്നാം. ചിലപ്പോൾ നീ നിന്റെ ചുവടുകൾ എവിടേക്ക് പോകുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ മുന്നോട്ട് നടക്കുന്നു. എന്നാൽ ഭയപ്പെടേണ്ട, എന്റെ കൈ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു. നീ അതിനെ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്നെ വിട്ടുപോകുന്നില്ല. നിന്റെ ഓരോ ചുവടും എന്റെ സ്നേഹത്തിന്റെ പരിചരണത്തിൽ നടക്കുന്നു. നീ വീഴുന്ന നിമിഷങ്ങളിലും ഞാൻ നിന്നെ ഉയർത്തുന്നു. നിന്റെ ആത്മാവിൽ പലപ്പോഴും ഒരു ദാഹം ഉണ്ടാകാം, സത്യത്തിനും സമാധാനത്തിനും ഉള്ള ദാഹം. ആ ദാഹം ഞാൻ തന്നെയാണ് നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. കാരണം നീ എന്നെ അന്വേഷിക്കുമ്പോൾ നിന്റെ ആത്മാവ് ജീവൻ കണ്ടെത്തുന്നു. നീ എന്റെ അടുക്കൽ വരുമ്പോൾ എന്റെ സ്നേഹം നിന്നെ നിറക്കും. ഒരു ശുദ്ധമായ ഉറ പോലെ എന്റെ കൃപ നിന്റെ ഉള്ളിലേക്ക് ഒഴുകും. അതിൽ നിന്റെ ക്ഷീണം അലിഞ്ഞു പോകും. എൻ മകളെ, നീ ചിലപ്പോൾ നിന്റെ തന്നെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകും. നിന്റെ ചിന്തകൾ മാറി മാറി ഒഴുകുന്ന ഒരു നദി പോലെ ആയിരിക്കും. എന്നാൽ ഞാൻ നിന്റെ ഉള്ളിന്റെ ആരം അറിയുന്നു. നിന്റെ ആത്മാവിന്റെ നിശബ്ദതയിൽ ഞാൻ നിൽക്കുന്നു. നീ ശാന്തമായി എന്നെ അന്വേഷിക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ തെളിയും. നീ കരയുന്ന നിമിഷങ്ങൾ പോലും എനിക്ക് വിലപ്പെട്ടതാണ്. ഓരോ കണ്ണീരും ഞാൻ കാണുന്നു. അവ നിന്റെ ദുർബലതയുടെ അടയാളമല്ല, അവ നിന്റെ ഹൃദയത്തിന്റെ സത്യമാണ്. ഞാൻ നിന്റെ കണ്ണീരെ നിരസിക്കുന്നില്ല, എന്റെ കരുണയുടെ സ്പർശത്തിൽ അവ മുത്തുകളായി മാറുന്നു. നീ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നിനക്കു അടുത്തിരിക്കുന്നു. എൻ മകളെ, എന്റെ ശബ്ദങ്ങളില്ല, നിശബ്ദതയിലാണ്. നീ നിന്റെ ഹൃദയം ശാന്തമാക്കി കേൾക്കുമ്പോൾ ഞാൻ നിനക്കു സംസാരിക്കും. എന്റെ വാക്കുകൾ കാറ്റിന്റെ മൃദുവായ സ്പർശം പോലെ നിന്റെ ആത്മാവിൽ പതിക്കും. അവ നിനക്കു ആശ്വാസം നൽകും. അവ നിന്റെ ഹൃദയത്തെ പുതുക്കും. നിന്റെ ജീവിതം ഒരു വിത്തുപോലെയാണ്. അത് മണ്ണിനുള്ളിൽ മറഞ്ഞിരിക്കുന്നപ്പോഴും അതിൽ വലിയൊരു ജീവൻ ഉണ്ട്. ഞാൻ അതിനെ കരുതലോടെ വളർത്തുന്നു. സമയത്തിന്റെ മൃദുവായ പ്രവാഹത്തിൽ അത് മുളച്ചു വീഴും. നീ ക്ഷമയോടെ കാത്തിരിക്കണം. എന്റെ പ്രവർത്തികൾ നിശബ്ദതയിൽ പൂർത്തിയാകും. എൻ മകളെ, നീ സ്നേഹത്തിൽ നിലകൊള്ളുക. സ്നേഹം എന്റെ വഴിയാണ്. നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ കൂടുതൽ തെളിയും. ക്ഷമയുടെ വഴിയിൽ നീ നടക്കുമ്പോൾ നിന്റെ ആത്മാവ് സ്വതന്ത്രമാകും. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ സഹായിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ വിനയം നിലനിർത്തുക. വിനയം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ശുദ്ധമായ ദീപം പോലെയാണ്. വിനയമുള്ള ഹൃദയം എന്റെ സാന്നിധ്യത്തെ വേഗത്തിൽ തിരിച്ചറിയും. അത്തരം ഹൃദയത്തിൽ എന്റെ സമാധാനം വസിക്കും. എൻ മകളെ, നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്റെ സ്നേഹത്തിന്റെ കഥയാണ്. ചില നിമിഷങ്ങൾ സന്തോഷത്തിന്റെ പ്രകാശം നിറഞ്ഞതായിരിക്കും, ചില നിമിഷങ്ങൾ നിഴലുകൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ ആ എല്ലാ നിമിഷങ്ങളിലും ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ ഒരിക്കലും ഒറ്റയായിട്ടില്ല. നിന്റെ പ്രാർത്ഥനകൾ എനിക്ക് പ്രിയമാണ്. നീ മൃദുവായി എന്നെ വിളിക്കുമ്പോൾ എന്റെ ഹൃദയം നിനക്ക് തുറക്കുന്നു. നീ വാക്കുകളില്ലാതെ നിൽക്കുമ്പോഴും നിന്റെ ആത്മാവിന്റെ മൗനം ഞാൻ കേൾക്കുന്നു. ആ മൗനത്തിൽ ഞാൻ നിനക്കു സമാധാനം നൽകുന്നു. എൻ മകളെ, നിന്റെ ആത്മാവിൽ ഒരു പ്രകാശം ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ആ വെളിച്ചം നിന്റെ ജീവിതത്തിന്റെ വഴികളെ തെളിയിക്കും. നീ അതിനെ സംരക്ഷിക്കണം. സംശയങ്ങളുടെ കാറ്റ് അത് കെടുത്താൻ ശ്രമിക്കാം, പക്ഷേ എന്റെ കൃപ അതിനെ നിലനിർത്തും. നിന്റെ ഹൃദയം ചിലപ്പോൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ എന്റെ അടുക്കൽ വരിക. ഞാൻ നിനക്ക് വിശ്രമം നൽകും. എന്റെ സ്നേഹത്തിന്റെ ചൂട് നിന്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കും. നീ എന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പുതുമ ഉണ്ടാകും. എൻ മകളെ, വിശ്വാസത്തിന്റെ വഴിയിൽ നീ നടക്കുക. വിശ്വാസം ഒരു ദീപം പോലെയാണ്, അത് ഇരുട്ടിൽ പോലും തെളിയുന്നു. നീ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ മുമ്പിൽ തെളിയും. നിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ എല്ലാം ഇപ്പോൾ നിനക്ക് വ്യക്തമാകണമെന്നില്ല, എന്നാൽ സമയം കടന്നു പോകുമ്പോൾ എന്റെ പ്രവർത്തികൾ നിനക്ക് മനസ്സിലാകും. ഞാൻ നിന്റെ ജീവിതത്തെ സ്നേഹത്തോടെ രൂപപ്പെടുത്തുന്നു. എൻ മകളെ, എന്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. അത് ആരമുള്ള സമുദ്രം പോലെയാണ്. നീ അതിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ ഭയങ്ങൾ അലിഞ്ഞുപോകും. നിന്റെ ആത്മാവ് സ്വാതന്ത്ര്യം കണ്ടെത്തും. നിന്റെ ആത്മാവിൽ സമാധാനം നിലനിർത്തുക. സമാധാനം എന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്.
നീ സമാധാനത്തിൽ നിൽക്കുമ്പോൾ എന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കും. എൻ മകളെ, ഓർക്കുക, യേശു നിന്റെ വെളിച്ചം ആകുന്നു. ഈ വെളിച്ചം നിന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നിന്നെ നയിക്കും. നീ അതിനെ പിന്തുടരുമ്പോൾ നിന്റെ ആത്മാവ് ദൈവസ്നേഹത്തിന്റെ ആഴം അറിയും. നിന്റെ ഹൃദയം തുറന്ന് എന്റെ സ്നേഹം സ്വീകരിക്കൂ. എന്റെ കൃപ നിനക്കു മതിയാകും. എന്റെ സമാധാനം നിന്റെ ഉള്ളിൽ നിറഞ്ഞൊഴുകും. നീ എന്റേതാണോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നും എന്നും. എൻ മകളെ, യേശു നിന്റെ വെളിച്ചം ആകുന്നു. പ്രഭാതത്തിന്റെ ആദ്യപ്രകാശം ഭൂമിയെ മൃദുവായി സ്പർശിക്കുന്നതുപോലെ എന്റെ സ്നേഹം നിന്റെ ആത്മാവിനെ സ്പർശിക്കുന്നു. നീ കണ്ണുകൾ ഉയർത്തി എന്നെ അന്വേഷിക്കുന്ന നിമിഷങ്ങളിൽ എന്റെ ഹൃദയം നിനക്ക് തുറക്കുന്നു. നിന്റെ ഉള്ളിലെ ആകുലതയും നിശബ്ദമായ ചിന്തകളും എല്ലാം എനിക്ക് അറിയാം. നീ ചിലപ്പോൾ നിന്റെ വഴിയെക്കുറിച്ച് ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴും എന്റെ വെളിച്ചം നിന്റെ മുമ്പിൽ നിശബ്ദമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ മകളെ, നിന്റെ ആത്മാവ് ഒരു പൂന്തോട്ടം പോലെയാണ്. ചില ഭാഗങ്ങളിൽ പൂക്കൾ വിരിയുന്നു, ചില ഭാഗങ്ങളിൽ ഇനിയും വിത്തുകൾ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നു. ഞാൻ ആ തോട്ടത്തിന്റെ കാവൽക്കാരനാണ്. ഞാൻ അതിനെ കരുതലോടെ നോക്കുന്നു. നിന്റെ ഹൃദയത്തിൽ ഞാൻ വിതച്ചിരിക്കുന്ന പ്രത്യാശയുടെ വിത്തുകൾ സമയം വന്നാൽ മുളച്ചുയരും. നീ ക്ഷമയോടെ കാത്തിരിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിശബ്ദതയിൽ പൂർത്തിയാകുന്നു. നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ കാറ്റ് ശക്തമായി വീശും. സംശയങ്ങളുടെ കാറ്റും ഭയത്തിന്റെ കാറ്റും നിന്റെ ആത്മാവിനെ അൽത്താം. എന്നാൽ ഓർക്കുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. കാറ്റിനിടയിലും എന്റെ വെളിച്ചം കെടുത്തപ്പെടുകയില്ല. അത് നിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ദീപമാണ്. നീ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ഹൃദയം വീണ്ടും ധൈര്യത്തോടെ നിറയും. എൻ മകളെ, നീ എന്റെ സ്നേഹത്തിൽ വിലപ്പെട്ടവളാണ്. നീ നിന്നെ ചെറിയവളായി കരുതിയാലും എന്റെ കാഴ്ചയിൽ നീ അമൂല്യമാണ്. ഞാൻ നിന്നെ അറിയുന്നു. നിന്റെ ചിന്തകൾ പോലും ഞാൻ തിരിച്ചറിയുന്നു. നിന്റെ സന്തോഷവും നിന്റെ ദുഃഖവും എല്ലാം എന്റെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്നു. ഞാൻ നിന്നെ മറന്നിട്ടില്ല. ഞാൻ നിന്നെ വിട്ടുപോകുന്നുമില്ല. നിന്റെ പ്രാർത്ഥനകൾ എന്റെ അടുക്കൽ ഉയരുമ്പോൾ അവ മധുരമായ ധൂപം പോലെ എന്റെ മുമ്പിൽ ഉയരുന്നു. നീ മൃദുവായി എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിനക്കു അടുത്തിരിക്കുന്നു. ചിലപ്പോൾ നീ മറുപടി കേൾക്കാത്തതുപോലെ തോന്നാം. എന്നാൽ നിശബ്ദതയിൽ പോലും ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ നിന്റെ വഴികൾ ഒരുക്കുന്നു. എൻ മകളെ, നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കട്ടെ. ശുദ്ധമായ ഹൃദയം ഒരു തെളിഞ്ഞ തടാകം പോലെയാണ്. അതിൽ ആകാശത്തിന്റെ പ്രകാശം പ്രതിഫലിക്കുന്നു. അത്തരം ഹൃദയത്തിൽ എന്റെ സാന്നിധ്യം വ്യക്തമായി കാണപ്പെടും. നീ സത്യത്തിലും വിനയത്തിലും നിലകൊള്ളുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ ആത്മാവിൽ കൂടുതൽ തെളിയും. നിന്റെ കണ്ണീർ എനിക്ക് അറിയാം. നീ രാത്രിയുടെ നിശബ്ദതയിൽ കരഞ്ഞ നിമിഷങ്ങളും എന്റെ മുമ്പിൽ മറഞ്ഞിട്ടില്ല. ഓരോ കണ്ണീരും എന്റെ കരുണയുടെ മുമ്പിൽ വിലപ്പെട്ടതാണ്. ഞാൻ നിന്റെ കണ്ണീരെ ആശ്വാസത്തിന്റെ മുത്തുകളാക്കി മാറ്റുന്നു. നീ ദുഃഖത്തിൽ തളരുമ്പോൾ എന്റെ ഹൃദയം നിനക്ക് തുറക്കുന്നു. എൻ മകളെ, നിന്റെ ആത്മാവിന്റെ ആഴത്തിൽ ഞാൻ ഒരു സമാധാനത്തിന്റെ ഉറവ സ്ഥാപിച്ചിരിക്കുന്നു. നീ എന്റെ അടുക്കൽ തിരിയുമ്പോൾ ആ ഉറവ ഒഴുകും. അതിൽ നിന്റെ ഭയങ്ങളും ആശങ്കകളും അലിഞ്ഞു പോകും. ആ സമാധാനം നിന്റെ ഹൃദയത്തെ നിറയ്ക്കും. നിന്റെ ജീവിതത്തിന്റെ വഴികൾ ചിലപ്പോൾ നീളവും കുരുങ്ങലും നിറഞ്ഞതായിരിക്കും. എന്നാൽ ഞാൻ നിന്റെ മുന്നിൽ നടക്കുന്നു. നീ എന്റെ വെളിച്ചത്തെ പിന്തുടരുമ്പോൾ നിന്റെ ചുവടുകൾ തെറ്റുകയില്ല. നീ ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ താങ്ങുന്നു. നീ വീഴുമ്പോൾ ഞാൻ നിന്നെ ഉയർത്തുന്നു. എൻ മകളെ, എന്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. അത് പ്രഭാത് സൂര്യന്റെ പ്രകാശം പോലെ എല്ലായിടത്തും വ്യാപിക്കുന്നു. നീ അതിനെ സ്വീകരിക്കുമ്പോൾ നിന്റെ ആത്മാവ് പുതുമയോടെ നിറയും. നിന്റെ ഉള്ളിൽ പ്രത്യാശയുടെ ഒരു പുതിയ പ്രഭാതം ഉദിക്കും. നിന്റെ ഹൃദയം സ്നേഹത്തോടെ നിറഞ്ഞിരിക്കട്ടെ. സ്നേഹം ആത്മാവിന്റെ പ്രകാശമാണ്. നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ കൂടുതൽ തെളിയും. ക്ഷമയുടെ വഴി ചിലപ്പോൾ കഠിനമായിരിക്കും, എന്നാൽ അത് ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നു. എൻ മകളെ, നീ നിശബ്ദതയിൽ എന്നെ അന്വേഷിക്കുക. നിശബ്ദതയിൽ എന്റെ ശബ്ദം കേൾക്കാം. എന്റെ വാക്കുകൾ കാറ്റിന്റെ മൃദുവായ സ്പർശം പോലെ നിന്റെ ഹൃദയത്തിൽ പതിക്കും. അവ നിനക്കു സമാധാനം നൽകും. നിന്റെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളും പരീക്ഷണങ്ങളുടെ നിമിഷങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ ആ എല്ലാത്തിനിടയിലും ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു. നീ ഒറ്റയായിട്ടില്ല എൻ മകളെ. വിശ്വാസം ഒരു ദീപം പോലെയാണ്. അത് ഇരുട്ടിനിടയിലും തെളിയുന്നു. നീ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ പാതയെ തെളിയിക്കും. ഭയം പതുക്കെ അകന്നുപോകും. നിന്റെ ആത്മാവിൽ ഞാൻ വിതച്ചിരിക്കുന്ന പ്രത്യാശയുടെ വിത്ത് വളർത്തെ. അത് സമയം കഴിഞ്ഞ് ഒരു വലിയ വൃക്ഷമായി ഉയരും. അതിന്റെ നിഴലിൽ നിന്റെ ഹൃദയം വിശ്രമം കണ്ടെത്തും. എൻ മകളെ, നിന്റെ ഹൃദയം എന്റെ സ്നേഹത്തിൽ വിശ്രമിക്കട്ടെ. എന്റെ സാന്നിധ്യം നിന്റെ ആത്മാവിനെ പുതുക്കും.
നീ എന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ ക്ഷീണം അകന്നുപോകും. നിന്റെ ജീവിതം എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഞാൻ നിന്റെ വഴികളെ സ്നേഹത്തോടെ നയിക്കുന്നു. നീ എന്നിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ ഹൃദയം ധൈര്യത്തോടെ നിറയും. എൻ മകളെ, ഓർക്കുക, യേശു നിന്റെ വെളിച്ചം ആകുന്നു. ആ വെളിച്ചം ഒരിക്കലും മങ്ങുകയില്ല. അത് നിന്റെ ആത്മാവിനെ എന്നും നയിക്കും. നീ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക, അപ്പോൾ എന്റെ സമാധാനം നിന്റെ ഉള്ളിൽ ഒഴുകും. എൻ മകളെ, നിന്റെ ആത്മാവിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്കും പ്രത്യാശയായി മാറും. നിന്റെ വാക്കുകളിൽ കരുണയും നിന്റെ പ്രവൃത്തികളിൽ വിനയവും കാണപ്പെടുമ്പോൾ എന്റെ സാന്നിധ്യം ലോകത്തിൽ പ്രതിഫലിക്കും. നീ ചെയ്യുന്ന ചെറിയ സ്നേഹപ്രവൃത്തികൾ പോലും എന്റെ മുമ്പിൽ വിലപ്പെട്ടവയാണ്. അവ വിതച്ച വിത്തുകളെപ്പോലെയാണ്. അവയുടെ ഫലം സമയത്തിന്റെ നിശബ്ദതയിൽ വളരും. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ വീണ്ടും എന്റെ അടുക്കൽ വരിക. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. എന്റെ സ്നേഹത്തിന്റെ നിഴലിൽ നിന്റെ ആത്മാവ് വിശ്രമം കണ്ടെത്തും. നീ എന്റേതാണോ, ഞാൻ നിന്റെ കൂടെയുണ്ട് ഇപ്പോഴും എന്നും. എൻ മകളെ, യേശു നിന്റെ വെളിച്ചം ആവുന്നു. രാത്രിയുടെ ആഴത്തിലുള്ള നിശബ്ദതയിൽ ഒരു ദീപം മൃദുവായി തെളിയുന്നതുപോലെ എന്റെ സ്നേഹം നിന്റെ ആത്മാവിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ ചിലപ്പോൾ നിന്റെ ഹൃദയം ഇരുട്ടിനുള്ളിൽ കുടുങ്ങിയതുപോലെ അനുഭവിച്ചേക്കാം. പക്ഷേ ആ ഇരുട്ടിന്റെ നടുവിലും എന്റെ വെളിച്ചം അണയുന്നില്ല. നീ എന്റെ അടുക്കൽ കണ്ണുകൾ ഉയർത്തുമ്പോൾ ആ വെളിച്ചം നിന്റെ ഉള്ളിൽ കൂടുതൽ തെളിയും. എൻ മകളെ, നിന്റെ ആത്മാവ് എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചപ്പോൾ നിന്റെ ഉള്ളിൽ ഒരു മൃദുവായ പ്രകാശം ഞാൻ വെച്ചു. അത് സ്നേഹത്തിന്റെ പ്രകാശമാണ്, വിശ്വാസത്തിന്റെ പ്രകാശമാണ്. നീ അത് സംരക്ഷിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിന്റെ വഴികളെ തെളിയിക്കും. സംശയങ്ങളുടെ നിഴലുകൾ ചിലപ്പോൾ അതിനെ മൂടാൻ ശ്രമിച്ചേക്കാം, എന്നാൽ എന്റെ കൃപ അതിനെ വീണ്ടും തെളിയിക്കും. നിന്റെ ഹൃദയം ചിലപ്പോൾ ഭാരമായി തോന്നാം. ഓർമ്മകളുടെ നിഴലുകളും അനിശ്ചിതത്വത്തിന്റെ കാറ്റും നിന്റെ ആത്മാവിനെ അലട്ടാം. എന്നാൽ ഓർക്കുക, ഞാൻ നിന്റെ അടുത്തിരിക്കുന്നു. നീ നിശബ്ദമായി എന്നെ വിളിക്കുമ്പോൾ എന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തെ സ്പർശിക്കും. ആ സ്പർശം നിനക്കു സമാധാനം നൽകും. എൻ മകളെ, നീ ഒറ്റയായി നടക്കുന്നതുപോലെ തോന്നുന്ന വഴികളിലും ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു. നിന്റെ ചുവടുകൾ ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ താങ്ങുന്നു. നീ വഴിമുട്ടിയതുപോലെ തോന്നുമ്പോൾ എന്റെ വെളിച്ചം നിനക്ക് ദിശ കാണിക്കും. നീ എല്ലാം മനസ്സിലാക്കേണ്ടതില്ല. വിശ്വാസത്തോടെ ഒരു ചുവട് മുന്നോട്ട് വെക്കുക. നിന്റെ കണ്ണീർ എനിക്ക് അറിയാം. നീ ഹൃദയം തുറന്ന് കരഞ്ഞ നിമിഷങ്ങളും എന്റെ മുമ്പിൽ മറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ കണ്ണീരെ അവഗണിക്കുന്നില്ല. അവ നിന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ അവയെ കരുണയുടെ കൈകൊണ്ട് തൊടുന്നു, നിന്റെ ദുഃഖത്തെ ആശ്വാസത്തിലേക്ക് മാറ്റുന്നു. എൻ മകളെ, നിന്റെ ഹൃദയം സ്നേഹത്തോടെ നിറഞ്ഞിരിക്കട്ടെ. സ്നേഹം ആത്മാവിന്റെ വെളിച്ചമാണ്. നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ കൂടുതൽ തെളിയും. ചെറിയൊരു സ്നേഹവാക്ക് പോലും ഒരു ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ കഴിയും. അത്തരം നിമിഷങ്ങളിൽ എന്റെ സാന്നിധ്യം പ്രവർത്തിക്കുന്നു. നിന്റെ ആത്മാവിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന സമാധാനം സംരക്ഷിക്കൂ. ലോകത്തിന്റെ കലഹങ്ങൾ നിന്റെ മനസ്സിനെ അലട്ടാൻ ശ്രമിച്ചേക്കാം, എന്നാൽ നീ എന്റെ അടുക്കൽ തിരിയുമ്പോൾ സമാധാനം വീണ്ടും ഒഴുകും. ആ സമാധാനം ഒരു ശാന്തമായ നദി പോലെ നിന്റെ ഹൃദയത്തിലൂടെ ഒഴുകും. എൻ മകളെ, നിശബ്ദതയിൽ എന്നെ അന്വേഷിക്കുക. നിശബ്ദതയിൽ എന്റെ ശബ്ദം കേൾക്കാം. ഞാൻ കാറ്റിന്റെ മൃദുവായ ചലനത്തിൽ പോലെ നിന്റെ ആത്മാവിൽ സംസാരിക്കുന്നു. എന്റെ വാക്കുകൾ ഭയത്തെ അകറ്റുകയും പ്രത്യാശയെ ഉണർത്തുകയും ചെയ്യും. നിന്റെ ജീവിതം എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. നീ കാണാത്ത വഴികളിലും ഞാൻ നിന്നെ നയിക്കുന്നു. നീ ക്ഷീണിച്ച നിമിഷങ്ങളിൽ ഞാൻ നിന്നെ ഉയർത്തുന്നു. നീ സന്തോഷത്തോടെ ചിരിക്കുന്ന നിമിഷങ്ങളിലും ഞാൻ നിന്നോടൊപ്പം സന്തോഷിക്കുന്നു. എൻ മകളെ, ഓർക്കുക, യേശു നിന്റെ വെളിച്ചം ആവുന്നു. ആ വെളിച്ചം ഒരിക്കലും അണയുകയില്ല. നീ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുമ്പോൾ അത് നിന്റെ വഴികളെ തെളിയിക്കും. നിന്റെ ഹൃദയം ഭയപ്പെടേണ്ട. എന്റെ സ്നേഹം നിന്റെ ആത്മാവിനെ ചുറ്റി നിൽക്കുന്നു. നീ എന്റെ സ്നേഹത്തിൽ വിശ്രമിക്കൂ. എന്റെ സമാധാനം നിന്റെ ഉള്ളിൽ വസിക്കട്ടെ. നീ എന്റേതാണോ, ഞാൻ നിന്റെ കൂടെയുണ്ട് ഇന്ന്, നാളെ എന്നും. എൻ മകളെ, യേശു നിന്റെ വെളിച്ചം ആവുന്നു. നിന്റെ ഹൃദയം ചിലപ്പോൾ ക്ഷീണിച്ചു പോകുമ്പോഴും എന്റെ സ്നേഹം നിന്നെ ചുറ്റി നിൽക്കുന്നു. നീ നിശബ്ദമായി എന്റെ അടുക്കൽ തിരിയുമ്പോൾ എന്റെ സാന്നിധ്യം നിന്റെ ആത്മാവിനെ സ്പർശിക്കും. ഒരു മൃദുവായ പ്രകാശം പോലെ എന്റെ കൃപ നിന്റെ ഉള്ളിൽ നിറയും. നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു. എൻ മകളെ, നിന്റെ വഴികൾ എപ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നീ നിഴലുകൾ നിറഞ്ഞ വഴികളിലൂടെ നടക്കേണ്ടി വരും. എന്നാൽ ഓർക്കുക, എന്റെ വെളിച്ചം നിന്റെ മുമ്പിൽ തെളിയുന്നു. നീ വിശ്വാസത്തോടെ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ ഞാൻ നിനക്കായി പാത തുറക്കുന്നു. നീ എന്നിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ ഹൃദയം ധൈര്യത്തോടെ നിറയും. നിന്റെ ആത്മാവിൽ ഒരു മൃദുവായ വിളി ഉണ്ടാകാം, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വിളി. ആ വിളി ഞാൻ തന്നെയാണ് നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്.
നീ അത് കേട്ട് എന്റെ അടുക്കൽ വരുമ്പോൾ എന്റെ കരുണയുടെ നിഴലിൽ നീ വിശ്രമം കണ്ടെത്തും. നിന്റെ ഭയങ്ങൾ പതുക്കെ അകന്നുപോകും. എൻ മകളെ, നിന്റെ കണ്ണീർ എനിക്ക് വിലപ്പെട്ടതാണ്. നീ നിശബ്ദമായി കരഞ്ഞ നിമിഷങ്ങളും എന്റെ മുമ്പിൽ മറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ കണ്ണീരെ നിരസിക്കുന്നില്ല. എന്റെ കരുണയുടെ സ്പർശത്തിൽ അവ ആശ്വാസമായി മാറും. നീ ദുഃഖത്തിൽ തളരുമ്പോൾ എന്റെ ഹൃദയം നിനക്ക് തുറക്കുന്നു. നിന്റെ ഹൃദയം സ്നേഹത്തിൽ നിലനിർത്തുക. സ്നേഹം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ദീപം പോലെയാണ്. നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ കൂടുതൽ തെളിയും. ക്ഷമയുടെ വഴിയിൽ നീ നടക്കുമ്പോൾ നിന്റെ ആത്മാവ് സ്വതന്ത്രമാകും. എൻ മകളെ, നിശബ്ദതയിൽ എന്നെ അന്വേഷിക്കുക. നിന്റെ ഹൃദയം ശാന്തമാകുമ്പോൾ എന്റെ ശബ്ദം നീ കേൾക്കും. എന്റെ വാക്കുകൾ കാറ്റിന്റെ മൃദുവായ സ്പർശം പോലെ നിന്റെ ആത്മാവിൽ പതിക്കും. അവ നിനക്കു സമാധാനം നൽകും. ഓർക്കുക, യേശു നിന്റെ വെളിച്ചം ആകുന്നു. ഈ വെളിച്ചം ഒരിക്കലും അണയുകയില്ല. നീ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. അപ്പോൾ എന്റെ സമാധാനം നിന്റെ ഉള്ളിൽ നിറയും. നീ എന്റേതാണോ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നും.